നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നേർച്ച തെറ്റിയിരിക്കണു. ഇവരെ മണ്ഡപത്തിലേക്ക് ഇരുത്തുക. കുറച്ചുനേരം ഒന്ന് വിശ്രമിക്കട്ടെ. ചേച്ചി സൂക്ഷിച്ചു. തിരുമേനി, ശയന പ്രദക്ഷിണ നേർച്ചയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? പിന്നെന്താ, എനിക്കും ആ നേർച്ച ഒന്ന് നടത്തിയ കൊള്ളാന്നുണ്ട്. അതിനായിട്ട് എന്താ ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ നട അടയ്ക്കും. നട തുറക്കുന്നതുവരെ ഒന്ന് കാക്കുക. നട തുറന്നു കഴിഞ്ഞാ 1-2 വഴിപാടുകൾ നടത്തി നേർച്ച സ്വയം ആരംഭിക്കാം. സ്വയം ശുദ്ധിയായതിനു ശേഷം ശയന പ്രദക്ഷിണം. 1 തവണ പ്രദക്ഷിണം കഴിഞ്ഞാ കാൽപാദങ്ങൾ അടുപ്പിച്ച് ശിവസ്തോത്രം പറഞ്ഞ് നടന്നുകൊണ്ട് പ്രദക്ഷിണം. അതാണ് നേർച്ച. 108 ഏറ്റവും കുറഞ്ഞ കണക്ക്. ഇന്ന് തന്നെ വഴിപാട് നടത്തണമെന്നാണെങ്കിൽ അമ്പലത്തിൽ നിന്നും വഴിപാട് കഴിച്ച ശേഷം മണ്ഡപത്തിൽ വിശ്രമിക്കുക. ഭക്ഷണമൊന്നും വേണ്ട തിരുമേനി, ഞാൻ വ്രതത്തിലാ. നട തുറക്കുന്നവരെ ഈ മണ്ഡപത്തിൽ ഇരുന്നോളാം. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സച്ചിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കായിട്ട് മാറിത്തരട്ടെ. എന്റെ കുറവുകളെല്ലാം പരിഹരിക്കാൻ മറ്റൊരാൾക്ക് കഴിയും. ഞാൻ കാരണം സച്ചേട്ടന്റെ ജീവിതത്തിന് അർത്ഥമില്ലാണ്ടാവണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.